ലബനാനിലും ഇസ്രായേലുമെല്ലാം പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം കണ്ട് പൊതുവെ കുറേ ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസും സോഫ്റ്റ്വെയറിനെ പറ്റിയെല്ലാം അറിയുന്ന ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നുകയില്ല. കാരണം ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചിരുന്ന ഹിസ്ബുള്ള ഇന്ന് മൂടുപോയ കലത്തിൽ കഞ്ഞി വെച്ചതുപോലെയാണ് അവർക്കുള്ള അനുഭവം. ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ് വഴിയായിരുന്നു അവരുടെ ആശയവിനിമയം ചെയ്തതും അവർ പല അറ്റാക്കുകളും പ്രതിരോധങ്ങളും പ്ലാൻ ചെയ്തതും അത് പരസ്പരം കൈമാറിയതും. ഇതെല്ലാം വ്യക്തമായിക്കൊണ്ട് ഇസ്രായേൽ ഊറ്റിയെടുക്കുന്നു എന്നുള്ള വിവരം ഇന്നലെ ഈ പേജർ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു ഉൽപ്പന്നമാണോ ആ രാജ്യത്തിന് അതിൽ ഒരു കൺട്രോൾ ഏത് കാലത്തും ഉണ്ടാകും. പ്രത്യേകിച്ചും അവർക്കെതിരെ ഈ സാധനം ഉപയോഗിക്കുമോ അല്ലെങ്കിൽ ഇതിൽ നിന്നും വല്ല തീവ്രവാദ പ്രവർത്തനം നടത്തുമോ എന്നെല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു സോഫ്റ്റ്വെയർ, ഹിഡൻ സോഫ്റ്റ്വെയറുകൾ സെറ്റ് ചെയ്തിരിക്കും. പക്ഷേ അത് കമ്പനിക്കല്ലാതെ മറ്റുള്ള ആളുകൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് നമ്മുടെ EVMനെ പറ്റി ചില സംശയങ്ങൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ അത് ഹാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് വഴി തിരിച്ചു വിടുവാനോ അവർക്കത് കൺട്രോൾ പരിധിയിൽ കൊണ്ടുവരുവാനോ ആ ഡിവൈസ് വഴി നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ചോർത്തുവാനോ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് നമ്മുടെ മൊബൈൽ നമ്മുടെ രഹസ്യങ്ങളെ മറ്റുള്ളൊരാൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ നിസ്സാരമായ ഈ പേജറിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകളൊന്നുമില്ല. മൊബൈലിനെ അപേക്ഷിച്ച് പേജറിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകളുടെ ആവശ്യമില്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈലിനകത്ത് എന്തുമാത്രം സോഫ്റ്റ്വെയറുകളുണ്ട്, എന്തുമാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ സേഫ് അല്ല. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല. നമ്മൾ മൊബൈൽ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ അടുത്തോ നമ്മളായിട്ട് സഹകരിക്കുന്ന ആരെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരുവിധം രഹസ്യങ്ങളെല്ലാം ആ മൊബൈൽ വഴി ചോർത്തപ്പെടുവാൻ കഴിയുന്നതാണ്. ശരിക്കും നമുക്കറിയാം, പല മൊബൈലിലും പല സോഫ്റ്റ്വെയറുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് മൊബൈൽ കൂടുതൽ ഹീറ്റാകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. എനിക്ക് അങ്ങനെ 1-2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. മൊബൈൽ ഓവറായിട്ട് ഹീറ്റാവും. അത് നമ്മൾ അംഗീകൃതമല്ലാത്ത പല സോഫ്റ്റ്വെയറുകളും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും കമ്പനി അല്ലാത്ത പല പ്രൈവറ്റ് സോഫ്റ്റ്വെയറുകളും നമുക്ക് റിക്വസ്റ്റായി വന്ന് കിടക്കുമ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക് കൂടുതൽ ഹീറ്റാവുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ലിഥിയത്തിലേക്ക് മറ്റ് പല കെമിക്കലുമായിട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ബാറ്ററിയിലേക്ക് ഒരു പരിധിക്കപ്പുറം ചൂട് കടന്നു വരുമ്പോൾ അത് വളരെ ശക്തമായി ബ്ലാസ്റ്റിംഗ് ആകും. പ്രത്യേകിച്ചും പേജറും മൊബൈലും നമ്മൾ പോക്കറ്റിലോ ബാഗിലോ കൂടുതൽ ശരീരത്തിനോട് ഇഴകിച്ചേർന്ന് കൊണ്ടുള്ള ഭാഗത്തായിരിക്കും ഇത്തരം സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഇത്തരത്തിലൊരു സ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ മാരകമായ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യും. പ്രത്യേകിച്ചും നമ്മുടെ ചെസ്റ്റിലുള്ള പോക്കറ്റിലെല്ലാം ഇടുന്ന സമയത്ത് തന്നെ ചെസ്റ്റിലേക്ക് അത്രയും മാരകമായ ഒരു അടി വരുമ്പോൾ ആ മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ ചാൻസ് ഇല്ല. കയ്യിൽ പിടിക്കുന്ന സമയത്ത്, വിട്ടുവെക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്താണ് അപകടത്തോടുകൂടെ മനുഷ്യനെ രക്ഷപ്പെടുന്നത്. പക്ഷേ ഇത്രയ്ക്കും ഡേഞ്ചറായ മൊബൈൽ ഏത് സമയത്തും ഒരു സ്ഫോടനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഉറങ്ങുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടൊന്നും കിടന്നുറങ്ങണ്ട. ബെഡിലെല്ലാം വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓവർ ഹീറ്റായി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ബെഡടക്കം നമ്മൾ കത്തിക്കരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ വലിയ മാരക ശേഷിയുള്ള ഒരു ബോംബാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സർവ്വ രഹസ്യങ്ങളും മറ്റൊരാൾ നിന്നുകൊണ്ട് ചോർത്തി അവിടെ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളൊരു ബോധം കൊണ്ടും എല്ലാവരും ഈ മൊബൈലിനെ ഉപയോഗിക്കുക. മൊബൈൽ ഡേഞ്ചറാണ്. ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ലോകത്തുള്ള മുഴുവൻ മൊബൈലുകളുടെയും സർവ്വ വിവരവും ഒരു സെൻട്രൽ ഹബ്ബിലേക്ക് സ്റ്റോർ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം മൊബൈലിനെ ഉപയോഗിക്കുക. ഏത് സമയത്തും വളരെ നിസാരമായിക്കൊണ്ട് സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഹാക്ക് ചെയ്യുവാനും നമ്മുടെ രഹസ്യം ചോർത്തുവാനും ഇത്തരത്തിലുള്ള ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുവാനും വളരെ ഈസിയാണ്. പേജറിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ മൊബൈലിൽ എത്രയോ ഈസി ആയിട്ട് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നന്ദി.